നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയാകും. ഷൗക്കത്തിന്റെ പേര് മാത്രമാണ് സംസ്ഥാന നേതൃത്വം AICCക്ക് നൽകിയത്. ആര്യാടനെ സ്ഥാനാർത്ഥിയാക്കാൻ നടത്തുന്നത് അന്തംകെട്ട നീക്കമാണെന്നും വേണ്ടിവന്നാൽ മത്സരിക്കുമെന്നും അൻവർ രാവിലെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എറണാകുളത്ത് നടന്ന ചർച്ചയിലാണ് PV അൻവറിന്റെ വിലപേശലിന് വഴങ്ങേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂരിന്റെ മണ്ണ് സജ്ജമാണെന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. ഇല്ല അത് സ്ഥാനാർത്ഥി ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. മാത്രമല്ല നമ്മളിവിടെ ആര് UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അതിനെ പിന്തുണച്ച് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂറുണ്ട്. നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്ന് നിഷാദ് റാവുത്തറും മുഹമ്മദ് അസ്ലമും ഒതായിലെ അൻവറിന്റെ വീട്ടിൽ നിന്ന് ഷബീർ ഒമറും ചേരുന്നുണ്ട്. ആദ്യം ഷുക്കൂറിലേക്ക്. ഷുക്കൂർ, കൊച്ചിയിലാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത്. ആ ചർച്ചയിൽ ഷൗക്കത്തിന്റെ പേരിലേക്ക് പൂർണ്ണമായി എത്തുകയായിരുന്നു. ആ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അൻവറിന്റെ കാര്യത്തിൽ നേതൃത്വത്തിന്റെ തീരുമാനം എന്താണ്? നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നത് ഏക പേരാണ്. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി വൈകി ഈ PV അൻവർ ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചു. തനിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDFൽ അംഗത്വം തന്റെ പാർട്ടിക്ക് ലഭിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിന് പക്ഷേ കോൺഗ്രസ് നേതൃത്വം വഴങ്ങാൻ തയ്യാറായില്ല. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുകയും ജോയോ മറ്റേതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയോ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി വരണമെന്ന ഒരു അഭിപ്രായം വീണ്ടും പങ്കുവെക്കുകയും കോൺഗ്രസിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തത്. ഈ ഒരു സമയത്ത് തന്നെയാണ് കോൺഗ്രസിന്റെ KPCCയുടെ ഉന്നതതല നേതൃയോഗം എറണാകുളത്ത് നിശ്ചയിച്ചിരുന്നത്. രാവിലെ എത്തിയ സണ്ണി ജോസഫും മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും AP അനിൽകുമാറും PC വിഷ്ണുനാഥും UDF കൺവീനർ അടൂർ പ്രകാശും പ്രതിപക്ഷ നേതാവ് VD സതീഷനും അടക്കമുള്ള നേതാക്കൾ എറണാകുളത്ത് യോഗം ചേർന്നത്. എറണാകുളത്ത് രാവിലെ മാധ്യമങ്ങളെ കണ്ട് ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച സണ്ണി ജോസഫ് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അവരെല്ലാം കളമശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ രഹസ്യമായി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തി. PV അൻവറിന് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്ന ഒരു നിലപാട് യോഗത്തിൽ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും VD സതീഷനും ശക്തമായി തന്നെ ഉന്നയിച്ചു. അത് യോഗത്തിന്റെ തന്നെ അഭിപ്രായമായി മാറി. PV അൻവറിന് തങ്ങൾ ഉറപ്പ് നൽകിയ രാഷ്ട്രീയ സംരക്ഷണം, ഒപ്പം തന്നെ ഉചിതമായ സമയത്ത് മുന്നണി പ്രവേശനം എന്ന തീരുമാനം വീണ്ടും അവർ ആവർത്തിച്ചു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന UDF യോഗത്തിൽ എടുത്ത തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ഒരു നിലപാടിൽ തങ്ങൾ നിൽക്കുന്നു എന്ന് തന്നെയാണ് യോഗത്തിനിടയിൽ PV അൻവറിനെ വിളിച്ച് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ മുന്നണി പ്രവേശനം എന്നത് ഒരു ഗൺ പോയിന്റിൽ നിർത്തി നേടേണ്ട കാര്യമല്ല, അങ്ങനെയുള്ള ഒരു ആവശ്യം പരിഗണിക്കാനാവില്ല എന്നൊരു നിലപാടും അറിയിച്ചു. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിശ്ചയിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെയായി തുടരുകയും ഇന്ന് വൈകുന്നേരം ഈ യോഗത്തിന് ശേഷം ആ ഒരു ഏക പേരുള്ള പട്ടിക ഹൈക്കമാൻഡിനെ കൈമാറുകയും ചെയ്തു. ഹൈക്കമാൻഡിന്റെ തീരുമാനം എപ്പോൾ വേണമെങ്കിലും ഷൗക്കത്തിന്റെ പേര് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാവുന്നതാണ്. അതിന് കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ അണികളും ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആര്യാടൻ ഷൗക്കത്തിനോട് A ഗ്രൂപ്പിൽ തന്നെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പ്രത്യേക MM ഹസനും KC ജോസഫിനും. ആ വിഷയത്തിലും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ഒരു സമവായം ഉണ്ടാക്കി അവർക്കിടയിൽ ഒരു രമ്യമായ ഒരു ബന്ധം സൃഷ്ടിക്കാൻ KPCC നേതൃത്വത്തിന്റെ ഒരു ഇടപെടലോട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, മുതിർന്ന KPCC നേതാക്കളായിരുന്ന മുൻ KPCC പ്രസിഡന്റുമാരെല്ലാം തന്നെ വിളിച്ച് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഏകീകരണം കൂടി ഉണ്ടാക്കിയ ശേഷമാണ് PV അൻവറിന് തൽക്കാലം മുന്നണി പ്രവേശനം കൊടുക്കേണ്ടതില്ല, ഒപ്പം തന്നെ ഷൗക്കത്തിനെ തന്നെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാക്കാം എന്ന ഒരു തീരുമാനമെടുത്തത്. അതിനുശേഷം VS ജോയിയെ നേതാക്കൾ ബന്ധപ്പെട്ട് ഇപ്പോൾ മാറി നിൽക്കണം, ഇപ്പോൾ പരിഗണിക്കാനാവുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ മാത്രമാണ്. അതിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക വിഷയ പരിഗണനകളെല്ലാം തന്നെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ അതൃപ്തി അദ്ദേഹം ആവർത്തിച്ചു. എന്തായാലും UDF പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കാൻ താൻ ഉണ്ടാകുമെന്നൊരു അറിയിപ്പും അദ്ദേഹം നേതൃത്വത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട്.